നെക്സ്റ്റ് നമ്മളൊരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഒരു പ്രോപ്പർട്ടി കൺസിസ്റ്റ് ഓഫ് സൗത്ത് ഫേസിംഗ് പ്ലോട്ട് ഓഫ് ലാൻഡ് ഹാവിംഗ് സൗത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് സൈഡ് in the due direction which measures 60 meter, 180 and 80 meter respectively. അതൊരു 2-story റോഡ് ബിൽഡിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ടോട്ടൽ ക്യൂബിക് കണ്ടന്റ് എന്ന് പറയുന്നത് 2480 മീറ്റർ ക്യൂബ് ആണെന്ന് പറയുന്നുണ്ട്. അസ്യൂമിംഗ് ദ പ്രൈം കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആസ് ₹500 per meter cube and allowing 10% scrap value, what would you recommend for the fair value of property if the front belt is assumed to have 25 meter depth and rate ₹90 per meter square? അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുകയാണ് ആ പ്രോപ്പർട്ടി. അപ്പം സൗത്ത് ഡയറക്ഷനിൽ 60 മീറ്റർ, എന്നിട്ട് നമ്മുടെ ഈസ്റ്റിൽ 180, നോർത്തിൽ 80. ആ രീതിയിലല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ആ പ്ലോട്ട് നമ്മൾ വരച്ചു, ജോയിൻ ചെയ്ത് വരച്ചു. എന്നിട്ട് ഫസ്റ്റ് ബെൽറ്റിംഗ് മെത്തേഡ് വാലുവേഷൻ വെച്ചാൽ ചെയ്യുന്നത്. ബെൽറ്റ് സൈഡ് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ ഫസ്റ്റ് ബെൽറ്റിൻ്റെ ഡെപ്ത്ത് 25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രണ്ട് നമ്മൾ 25 മീറ്റർ മാറ്റി ഫസ്റ്റ് ബെൽറ്റ് വരച്ചു. അപ്പം ആ ബെൽറ്റ് 25 ആണ്. അപ്പം സെക്കൻഡ് ബെൽറ്റ് എന്ന് പറയുന്നത് D1 ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ D1 നമുക്ക് 25 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ബെൽറ്റ് വരുന്നത് എത്ര ആയിരിക്കും? D2 = 1.5 ടൈംസ് D1 ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെച്ച് കൊടുക്കാം. 1.5 ടൈംസ് 25 എടുത്ത് D2 നമ്മൾ മാർക്ക് ചെയ്തു. റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇതിൻ്റെ 1.5 ടൈംസ് അല്ലെങ്കിൽ ബാക്കി എത്ര ഉണ്ടോ അത്രയായിരിക്കും. 3 ബെൽറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി V1 എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന റേറ്റാണ്. ഫസ്റ്റ് ബെൽറ്റിൻ്റെ റേറ്റ് 90 per meter square എന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ബെൽറ്റിൻ്റെ റേറ്റ് എന്ത് വരും? V2 = 2/3 ഓഫ് V1 വരും. ഇതെന്ന് പറയുമ്പോൾ എന്ത് വരും? ഹാഫ് ഓഫ് V1. ഈ ഒരു ഡയഗ്രാമും ഈ വാല്യൂസും നിങ്ങൾ ഓർത്തോളുക. ഓക്കെ, ഇനി നമ്മളിതിനെ ഡിവൈഡ് ചെയ്തു. ഒരു റെക്റ്റാങ്കുലർ പോർഷനായിട്ടും ഒരു ട്രയാങ്കിളായിട്ടും ഡിവൈഡ് ചെയ്തു. അപ്പം ഈ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസിൻ്റെ റേറ്റ് വേണം. അപ്പം ഈ ഫസ്റ്റ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് A1 എന്ന ഏരിയയുടെ റേറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0.75 V1 ആയിരിക്കും. ഇതെന്തായിരിക്കും? 0.75 V2, 0.75 V3. അതുപോണക്ക് എല്ലാം കണ്ടുപിടിച്ച് ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളൊരു ടേബിളാണ് വരയ്ക്കുന്നത്. പ്ലോട്ട്, ഏരിയ, റേറ്റ് ആൻഡ് എമൗണ്ട്. അപ്പോൾ പ്ലോട്ട്സ് നമ്മൾ A1, B1, C1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പ്ലോട്ട്സിൻ്റെ പേരെല്ലാം അതേപടി എഴുതി. ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റിൻ്റെ ഏരിയ എന്ത് വരും? എയുടെ ഏരിയ 60 × 25. ബിയുടെ എന്ത് വരും? 60 × 37.5. സിയുടെ എന്ത് വരും? ഈ കിട്ടുന്ന എത്ര? 60 × 117.5. അപ്പം ABC-യുടെ ഏരിയ കിട്ടി. ഇനി A1-ൻ്റെ ഏരിയ എന്തായിരിക്കും വരുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വരുന്നത് ഹാഫ് BH. ഇത് വരുമ്പോഴേക്കും എന്ത് വരും? ഒരു ട്രപ്പീസിയം വരും B1. C1 എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയമാണ്. ഇനി നമുക്ക് ഈ വാല്യൂസ് വേണ്ടേ? ഈ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മൊത്തം 80 ഇവിടം വരെ 60 ആയതുകൊണ്ട് ഇത് 20 അറിയാം. ഇത് ഇത്രയും 180 സിമിലർ ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. അത് അങ്ങനെയാണ് 2.77 6.94 കിട്ടിയത്. അപ്പം ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ടും ഇത് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആയിട്ടും കണ്ടുപിടിച്ച് നമ്മൾ ഏരിയാസ് എഴുതി. എന്നിട്ട് നമുക്കിപ്പം റേറ്റ്സ് നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചല്ലോ, ആ റേറ്റ്സും എഴുതി. ഏരിയ അതിൻ്റെ കറസ്പോണ്ടിങ് റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇനി പ്രൈം കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഏരിയ വേണം. അതിനകത്ത് നമുക്ക് ബിൽഡിങ്ങിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, എന്നിട്ട് 1 മീറ്റർ ക്യൂബിനുള്ള കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. വോളിയം ഇൻറ്റു കറസ്പോണ്ടിങ് പെർ മീറ്റർ ക്യൂബിൻ്റെ റേറ്റ്. ഇനി അതിൻ്റെ 10% സ്ക്രാപ്പ് വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിക്കുക. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് എത്ര വരും? പ്രൈം കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും വരുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി അപ്പോൾ എന്തായിരിക്കും വരുന്നത്? നമുക്ക് കിട്ടിയേക്കുന്ന ടോട്ടൽ പ്ലോട്ടിൻ്റെ കോസ്റ്റ് പ്ലസ് നമ്മുടെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്, അതായിരിക്കും കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ടു ബി ഡെവലപ്ഡ് ഓൺ എ സൗത്ത് ഫേസിംഗ് പ്ലോട്ട് ഹാവിങ് എ ഫ്രണ്ടേജ് ഓഫ് 30 മീറ്റർ ആൻഡ് എ ഡെപ്ത് ഓഫ് 60 മീറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് 30 ഡെപ്ത് 60 ആണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് ബെൽറ്റ് ഇവിടെയും അപ് ടു 25 മീറ്റർ വരെ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ വാല്യൂ തന്നിട്ടുമുണ്ട്. എത്ര? 40 per meter square. അതിനകത്ത് ഒരു 8 story ബിൽഡിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓവറോൾ ഹൈറ്റ് അതിൻ്റെ 30 മീറ്ററും. എന്നിട്ട് അതിൻ്റെ നമ്മുടെ പ്ലോട്ടിൽ നിന്ന് ഓരോ ഡയറക്ഷനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വരച്ചേക്കുന്നത് ഫുൾ പ്ലോട്ട് ആദ്യം വരച്ചു, അതിൻ്റെ അകത്ത് ഈ ബിൽഡിംഗ് വരച്ചേക്കുന്നത്. ഇത് ആ ഒരു പ്ലോട്ടിൻ്റെ മാത്രമായിട്ട് നമ്മൾ കാണിച്ചേക്കുന്നതാണ് ഫസ്റ്റ്. അപ്പോൾ ഇത് നോക്കാം. ആ പ്ലോട്ട് വരച്ചു, അതിൽ നിന്ന് എത്രയൊക്കെയാണ്? 5 മീറ്റർ ഈസ്റ്റിൽ കൊടുത്തു.
1.3 വെസ്റ്റിൽ കൊടുത്തു, നോർത്തിലും സൗത്തിലും 6 മീറ്റേഴ്സ് കൊടുത്ത് അകത്ത് ബിൽഡിംഗ് വരച്ചു, ഒരു ഫിഗർ വരച്ചു. ഇതിനി പ്ലോട്ടിൻ്റെയാണ് വേണ്ടത്. അപ്പോൾ ഫ്രണ്ടേജ് 30 ആണ്, ഡെപ്ത് 60 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. 25 മാറി ഫസ്റ്റ് ബെൽറ്റ്, ബാക്കിയിൽ സെക്കൻഡ് ബെൽറ്റ്. ഓക്കെ, വരച്ചു. എന്നിട്ട് നമുക്ക് ഫസ്റ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, സെക്കൻഡ് വാല്യൂ എന്തുമായിരിക്കും വരുന്നത്? അപ്പം 2/3 × V1. ഓക്കെ, സെയിം അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ടോട്ടൽ റേറ്റ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് റെൻറ്റബിൾ ഏരിയ വേണം. റെൻറ്റബിൾ ഏരിയ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ ബിൽഡിങ്ങിന് റെൻറ്റബിൾ ഏരിയ ഉള്ളൂ. അപ്പം പെർ സ്റ്റോറിയുടെ പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഡയമെൻഷൻ എത്ര വരും? ഇത് ടോട്ടൽ 30 ആയിരുന്നു. അപ്പം 30 - 5 - 1.3 ആയിരിക്കും ഈ ഡയറക്ഷൻ. മറ്റേത് എത്ര വരും? 60 - 6 - 6 48. അതാണ് പ്ലിന്ത് ഏരിയ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ 48 × 23.7 ബിൽഡിങ്ങിൻ്റെ ഏരിയ കിട്ടി. റെൻറ്റബിൾ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. റെൻറ്റബിൾ ഏരിയ ഈസ് അബൌട്ട് 60% ഓഫ് കവേർഡ് ഏരിയ. ഇതാണ് കവേർഡ് ഏരിയ ഇൻറ്റു 8 സ്റ്റോറീസിലെ 8. അപ്പോൾ കവേർഡ് ഏരിയയുടെ 60% കണ്ടുപിടിച്ച് റെൻറ്റബിൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പം ആ ഫ്ലോറിൻ്റെ പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു റേറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കിട്ടും. പ്ലിന്ത് ഏരിയ നമുക്ക് കിട്ടി, ഹൈറ്റ് 30 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കോസ്റ്റും തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ 70 per meter cube ആണ്. അപ്പോൾ വെച്ചിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കിട്ടി. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ് ഓർ ഗ്രോസ് റെൻറ്റ് ഇൻറ്റു ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ നമുക്ക് മെയിൻ ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് റെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ബൈ ഇയേഴ്സ് പർച്ചേസ്. അപ്പം എത്ര ഈൽഡിലാണ് തന്നേക്കുന്നത്? 8.25% ഈൽഡിലാണ് തന്നേക്കുന്നത്. അപ്പോൾ 100/8.25 ചെയ്യുമ്പോൾ ഇയേഴ്സ് പർച്ചേസ് കിട്ടും. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ബൈ ഇയേഴ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഗ്രോസ് റെൻറ്റ് കിട്ടി. ഇനി ആവറേജ് റെൻറ്റ് എന്ന് പറയുന്നത് എത്ര? ഗ്രോസ് റെൻറ്റ് ബൈ റെൻറ്റബിൾ ഏരിയ ആണ് ആവറേജ് റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് റെൻറ്റ് നമുക്ക് കിട്ടി, റേറ്റബിൾ ഏരിയയും കിട്ടി. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റെൻറ്റ് കിട്ടും. ഓക്കെ, ആവറേജ് റെൻറ്റ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്?